മാപ്പിള ജാതി പ്രധാനമന്ത്രിയാകണം, പ്രസിഡന്റാകണം. കഷ്ടം, കഷ്ടം. എന്തിന്റെ പേരിൽ? മൊയ്തീൻ ശേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാള് പ്രസിഡന്റായ ജമാഅത്തെ ഇസ്ലാമി സമ്മതിക്കൂലേ? സമ്മതിക്കും. കാരണം NDF ആണത്, സിമിയാണത്, ISS ആണത്, PDP ആണത്. അപ്പോ ഇതിനേക്കാൾ വലിയൊരു വർഗീയത വേറെന്തെങ്കിലും ഉണ്ടോ? എന്താ പോലെ വാചകം? ബ്രിട്ടീഷുകാരനായ മുസ്ലിമിൽ നിന്ന് ഇന്ത്യക്കാരനായ മുസ്ലിമിലേക്ക് ഭരണം മാറുന്നത് കൊണ്ട് ഒരു മുസ്ലിമിന്റെ അടുക്കൽ യഥാർത്ഥത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ലാത്ത പോയി മനാത്ത വന്നു എന്ന വ്യത്യാസം മാത്രം. ഒരു വ്യാജ ദൈവത്തിന്റെ സ്ഥാനം മറ്റൊരു വ്യാജ ദൈവം കൈക്കലാക്കി. ഇതാണ് പറഞ്ഞത്. അപ്പോ ഇത്ര നാറിയ നാണം കെട്ട നീറിയ വർഗീയത RSS പറഞ്ഞോ? അവിടെയാണ് വിഷയം. ഖുർആന്റെ ആളുകൾ, റസൂലുള്ളാഹിന്റെ ആളുകൾ, സഹാബത്തിന്റെ ആളുകൾ, ഇസ്ലാമിനെ സമഗ്രമായി സമ്പൂർണമായി സ്വീകരിച്ച ആൾക്കാർ. എവിടെ ഇസ്ലാം മതം? എവിടെ സമ്പൂർണത? എവിടെ സമഗ്രത? ഇത് ആര് പഠിപ്പിച്ച മതമാ? സഹാബിമാരെ ശിർക്കിന്റെ കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചത് എവിടേക്ക്? ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് അല്ല. കാഫറായ നസ്രാണിയായ നജാശി രാജാവ് ഭരിക്കുന്ന എത്യോപ്യയിലേക്ക്. അവിടെ ചെന്നിട്ട് എന്താ പറഞ്ഞത്? കച്ചറുണ്ടാക്കാനാ? അനുസരണക്കേട് കാണിക്കാനാ? അല്ല. ആ രാജാവിനെ അനുസരിച്ച് കഴിഞ്ഞോളാൻ. ശിർക്ക് ചെയ്യാനാണോ? അല്ല. ശിർക്കിന്ന് രക്ഷപ്പെടാൻ. എവിടേക്ക്? ശിർക്കിന്റെ നാട്ടിലേക്ക്. അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമുള്ള നാട്ടിലേക്ക്. അവിടെ ഇസ്ലാമിക ഭരണമാണോ? അല്ല. അവിടെ അനുസരിക്കണ്ടേ? വേണം. ഇതാ ഇസ്ലാം മതം. ഇതാ ഇസ്ലാം മതം. അനിസ്ലാമിക ഗവൺമെന്റാണ്, താവൂത്താണ്, പറ്റൂല എന്ന് പറഞ്ഞ് തട്ടിക്കളയാനാ ജാഫർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ 80 ആൾക്കാർ പോയത്? അല്ല, അല്ല. ഈ മാതൃക എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്നില്ല? സിമി സ്വീകരിക്കുന്നില്ല? NDF സ്വീകരിക്കുന്നില്ല? ISS സ്വീകരിക്കുന്നില്ല? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം എവിടെയാ കഴിഞ്ഞുകൂടിയത്? അനിസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ട്. അനിസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ട് അല്ലേ? മുസ്ലിം മന്ത്രിമാരോട് അല്ല, പഴയകാലത്തെ മുസ്ലിം മന്ത്രിമാരോട് ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് പുച്ഛാണ്. ഇപ്പോ കുറച്ച് സ്നേഹമുണ്ട്. കാരണം എന്താ? അവര് വോട്ട് ചെയ്ത ആൾക്കാരാണല്ലോ അല്ലേ? അതുകൊണ്ട് മാത്രം അല്ലേ? അപ്പൊ ഇങ്ങനെ കാണാ വാർത്താ മാധ്യമങ്ങളിൽ ഒരു വഴി ഇങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ട്. അതെന്താ? അതെ, ഇപ്പോൾ ഭരണപക്ഷത്തിന് ലേശം അനുകൂലമായി ചെറിയ ഭരണോസമരം DYFIക്കുള്ളതാണ്. അത് സോളിഡാരിറ്റിക്കുണ്ട്. അത് വേണല്ലോ, ഒപ്പത്തിനൊപ്പാകണ്ടേ. ഭരണവും സമരവും എന്നുള്ളത് DYFIയുടെ പരിപാടിയാണ്. അത് സോളിഡാരിറ്റിക്കുമുണ്ട്. അതുകൊണ്ട് പേരിന് ചില വിമർശനങ്ങൾ. താത്വികമായി പറഞ്ഞാൽ തൗഹീദിന്റെ ഭരണകൂടം, ഇസ്ലാമിന്റെ ഭരണകൂടം, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഭരണകൂടം ഏത്? VS അല്ലേ? അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലുള്ള പ്രവാചകന്മാർ, അവരുടെ അനുയായികൾ എങ്ങനെയാ ജീവിച്ചത്? ഈ ചരിത്രം ഒന്ന് പഠിക്കണ്ടേ? വേണം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല. എന്താ കാരണം? അതിനെ വിമർശിച്ചു. 1000 വട്ടം ശാപം എന്ന് പറഞ്ഞു. ഇന്ത്യ മഹാരാജ്യത്തത് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ്. എന്താ സ്വാതന്ത്ര്യ സമരത്തെ ശപിക്കാൻ കാരണം? രാജേന്ദ്ര പ്രസാദാണ് ഭരിക്കുന്നത്, അല്ല ജവഹർലാൽ നെഹ്റുവാണ് ഭരിക്കുന്നത്. അപ്പൊ എന്താ പിന്നെ മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്? മുസ്ലിം ഭരിക്കണ്ട, മുസ്ലിം ഭരിച്ചോട്ടെ എന്നാണോ? അല്ല. പിന്നെയോ, ജനാധിപത്യ രാജ്യത്ത്, ബഹുമത രാജ്യത്ത് 90% അമുസ്ലിങ്ങളുടെ ഈ രാജ്യത്ത് അമുസ്ലിം ഭരിക്കരുത് എന്നോ മുസ്ലിം ഭരിക്കണമെന്നോ പറയാനുള്ള അവകാശമില്ല. നമ്മൾ ഇസ്ലാം മതം ഉണ്ടാക്കേണ്ടവിടെ എന്തടിസ്ഥാനത്തിൽ പറയുന്നു? അത് എന്റെ ഉപ്പാപ്പർക്ക് ആനണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ഉപ്പാപ്പാക്ക് ഒരു ആനണ്ടായിരുന്നു. 700 കൊല്ലം ഞങ്ങളാ ഭരിച്ചത്. പഴയ ഗീർവാണം വിട്ട് നടന്നിട്ട് എന്താ കാര്യം കൂട്ടരെ? അത് കൊളാക്കിയത് ആരാ? 700 കൊല്ലത്തെ ഭരണം കൊളമാക്കിയത് എങ്ങനെയാ? ഇതിനെപ്പറ്റി ചരിത്രമല്ല ഇപ്പൊ പറയുന്നത്. ഏതായാലും നമുക്കത് പറയാൻ എന്താ അവകാശം? ഇനി അത് പറയാനുള്ള അവകാശമുള്ള ഹിന്ദുക്കളെങ്ങാനും ബഹുഭൂരിപക്ഷം അത് പറയുന്നുണ്ടോ? അത് പറയിപ്പിക്കപ്പോ എന്ത്? ഇവിടെയുള്ള ഹിന്ദു സമൂഹം പറഞ്ഞോ മുഴുവൻ എന്ത്? ഞങ്ങളവിടെ ഭരിക്കേണ്ടത് അല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ അവർക്ക് പറയാൻ അവകാശം ഉണ്ടല്ലോ. ഉണ്ട്. സാൽവേഷനിൽ വന്ന BJPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ VHPയുടെ സഹോദരന്മാർ സൗഹൃദ സംഭാഷണത്തിൽ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് പറയാം എന്ത്? ഞങ്ങളാണ് ഇവിടെ ഭരിക്കേണ്ടത്. പക്ഷെ ഞങ്ങളത് പറഞ്ഞിട്ടില്ല. നിങ്ങളെ കൂട്ടരായി ഇത് പറയുന്നത് കേട്ടോ.
നോക്കി നിങ്ങൾ, അതല്ലേ സംഭവം. ഇവിടെ 90% അവരാ. എന്നിട്ട് നമ്മൾ പറയാ മുസ്ലിമേ ഭരിക്കാൻ പാടുള്ളൂ, ഇസ്ലാമേ ഭരിക്കാൻ പാടുള്ളൂ. വടി കൊടുത്ത് അടി വാങ്ങണോ? നമുക്കിവിടെ ലക്ഷ്യമെന്ത്? 700 കൊല്ലം മാപ്പിളാർ ഇവിടെ ഭരിച്ചല്ലോ. എന്നിട്ട് എത്ര ആളാ ഇസ്ലാം സ്വീകരിച്ചത്? ചെലടാകലിമ ചെല്ലിത്തരി മാപ്പിളെ അപ്പാശോല്ല, അതാ ഇസ്ലാം മതം അല്ലല്ലോ. ഇസ്ലാമിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തോ? ഇസ്ലാമിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തോ? തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തോ? അല്ലേ? നാട്ടുകാരെ പണം എടുത്തിട്ട് ജാറുണ്ടാക്കി. ആര്? ഷാജഹാൻ മുംതാസിന് വേണ്ടി. ലോകത്തെ ഏറ്റവും ശപിക്കപ്പെട്ട കേന്ദ്രമാണ്, പടച്ചതമ്പുരാന്റെ ശാപം കിട്ടിയ കേന്ദ്രമാണ് താജ്മഹൽ. അത് കാണാൻ പോകരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രയിൽ വന്നാൽ ഭരണം കിട്ടി വന്ന ആദ്യം ചെയ്യുന്ന പണി അത് ബുൾഡോസർ വെച്ച് തകർക്കലാണ്. അല്ലേ? ആണ്. അങ്ങനെ കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലേ? എന്താ മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്താണ്. എന്താ ഇസ്സത്ത്? കെട്ടുകണക്കിന് നൂലാണ് അവിടെ മൂല്യന്മാര് മന്ത്രിച്ചൂതി കെട്ടി വെക്കുന്നത്. അതാ ഇസ്സത്ത്? അതാ ഇസ്സത്ത് ആണോ? പാശ്ചാത്യ നാടുകളിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ വസ്ത്രം ഇല്ലാത്ത പട്ടിണിപ്പാവങ്ങളായ അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച കുറെ ആൾക്കാർ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. അതാ ഫത്തേപൂർ സിക്രി, കുത്തുബ് മിനാർ, പിന്നെ ചെങ്കോട്ട, അതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കണ്ട് ടൂറിസ്റ്റുകളൊക്കെ കണ്ടിട്ട് അതിന്റെ മെജ പറയുന്നു. എന്നിട്ട് ഇസ്ലാമത്തിന് എന്ത് കിട്ടി? അള്ളാഹ്ക്ക് എന്ത് കിട്ടി? റസൂലിന് എന്ത് കിട്ടി? സഹാബത്തിന് എന്ത് കിട്ടി? തൗഹീദിന്റെ ഒരു വരി, തൗഹീദിന്റെ ഒരു തരി വെളിച്ചം, ഒരു തിരിനാളം, ഒരു പൊൻവട്ടം, ഒരു ചെറുവട്ടമെങ്കിലും അത് കത്തിച്ചു വെക്കാൻ സാധിച്ചു? ഇല്ല. അതിനിടയിൽ കുറച്ച് തൗഹീദുള്ള ഒരാള്, ഇസ്ലാം മതമുള്ള ആളായിരുന്നു പോലും ഔറംഗസീബ്. അദ്ദേഹത്തെ ചരിത്രം അരിക്കാക്കുകയും ചെയ്തു. ഇല്ലേ? ശരി. അപ്പോ ഇവിടെ ഇന്റുപ്പാപ്പൊക്കെ ആനുണ്ടായിരുന്നു എന്ന് പറയാനാണോ? അപ്പൊ ജമാഅത്തെ ഇസ്ലാമി സഹോദര സഹോദരി, NDF സഹോദര സഹോദരി, എന്താ വിശേഷം? ഇതാണോ നമ്മുടെ മതം? ഇതിനാണോ നമ്മളെ അള്ളാഹു അയച്ചത്? ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ തൗഹീദിലേക്ക് ക്ഷണിക്കാനാണ്. അതിന് നമ്മൾ രാജ്യദ്രോഹികളായിരുന്നിട്ടാണോ വേണ്ടത്? കുലദ്രോഹികളായിരുന്നിട്ടാണോ വേണ്ടത്? സ്വാതന്ത്ര്യ സമരത്തെ ശപിച്ച, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത, സ്വാതന്ത്ര്യ സമരത്തെ വിമർശിച്ച ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യ മഹാരാജ്യത്തിൽ ജനിക്കാൻ അവകാശമുണ്ടോ? ജീവിക്കാൻ അവകാശമുണ്ടോ?